കോഴിക്കോട് DMO ഓഫീസിൽ കസേരകളി തുടരുകയാണ്. DMO ആയി ഡോക്ടർ ആശാദേവിയെ നിയമിച്ചതടക്കമുള്ള സ്ഥലംമാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ഡോക്ടർ രാജേന്ദ്രൻ DMO ആയി തുടരും. കണ്ണൂർ DMO ഡോക്ടർ പീയൂഷ് നമ്പൂതിരി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോഴിക്കോട് നിന്ന് ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, ഗുഡ് ഈവനിങ്. ഈ ഒരു കസേരകളി അങ്ങനെ തുടരുകയാണല്ലോ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ക്രിസ്റ്റീന, കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ സംവിധാനത്തെ എല്ലാം തന്നെ തകർക്കുന്ന തീരുമാനങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഏറെക്കാലമായി കോഴിക്കോട് DMO ഓഫീസിലെ കസേരകളി, DMOമാരുടെ കസേരകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് താൽക്കാലിക വിരാമം എന്നോണമാണ് ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതായത് കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവിയെ നിയമിച്ചുകൊണ്ടാണ് ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഉത്തരവ് വന്നത്. അതിപ്പോൾ വീണ്ടും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ DMO ആണ് ഇത് ട്രിബ്യൂണലിനെ സമീപിച്ചത്. തുടർന്നാണ് ഈ ഉത്തരവിന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ DMO ആയിട്ടുള്ള ഡോക്ടർ പീയൂഷ് നമ്പൂതിരി നൽകിയ ഹർജിയിലാണ് താൽക്കാലികമായ ഉത്തരവ്. അടുത്ത മാസം 18-ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അതുവരെ നിലവിലെ DMO ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്രന് DMO ആയി തുടരാമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നേരത്തെയും ആരോഗ്യവകുപ്പ് ഡോക്ടർ ആശാദേവിയെ DMO ആയി നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അന്ന് ഡോക്ടർ രാജേന്ദ്രൻ, അതായത് നിലവിലെ DMO ആയിട്ടുള്ള രാജേന്ദ്രനാണ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. തുടർന്ന് കേസ് ഹൈക്കോടതി പരിഗണിച്ചു. രണ്ടുപേരുടെയും വാദം കേട്ട ശേഷമാണ് അന്ന് ഹൈക്കോടതി ആശാദേവിയെ തന്നെ DMO ആയി നിയമിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തത്. എന്താണെങ്കിലും പുതിയ ഈ ഉത്തരവ് വീണ്ടും ട്വിസ്റ്റ് ആകും. അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും ഈ കസേരകളി തുടരും എന്ന് തന്നെ ഇതിലൂടെ വ്യക്തമാകുകയാണ്. ക്രിസ്റ്റീന, രാഹുൽ, എന്തായാലും കസേരകളിയുടെ മറ്റു വാർത്തകൾ, അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരിക. ഈ പോസ്റ്റ് കാർഡ് ഒരുപാട് പേർക്ക് അയച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രാഹുലിനെ സ്മരിച്ചിരുന്നു. കാരണം ശബരിമലയിൽ നിന്ന് രാഹുൽ അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് എല്ലാവർക്കും പോസ്റ്റ് കാർഡിൽ, അത് ആർക്കും ഭേദഭാവമൊന്നുമില്ല, എല്ലാവർക്കും തന്നെ അത് ഇല്ല. ചിലർക്ക് കിട്ടിയിട്ടില്ല എന്ന് പരാതിയുണ്ട്. പക്ഷേ രാഹുൽ പെട്ടു. രാഹുൽ, ഐ ആം സോറി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത വാർത്തയിലേക്ക് രാഹുൽ, താങ്ക് യു.